ബാലചന്ദ്ര മേനോൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലചന്ദ്ര മേനോൻ, ഷാനവാസിൻ്റെ ആ ഒരു വിയോഗം, പ്രേം നസീർ എന്നുള്ള ആ പേരിലൂടെ, അല്ലെങ്കിൽ നമുക്കറിയാം അങ്ങാണ് അദ്ദേഹത്തെ സിനിമയിലേക്കൊക്കെ കൊണ്ടുവന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവമൊക്കെ ഓർക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം, പ്രേമഗീതങ്ങളാണ് ഷാനവാസിന്റെ ആദ്യത്തെ ചിത്രം. പ്രേമഗീതങ്ങൾ എൻ്റെ ആദ്യത്തെ ക്യാമ്പസ് ചിത്രമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ അതിലെ നായകനായിട്ട് വരുന്ന ആള് അല്പ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ന് തീരുമാനിച്ചു. ആ പ്രാധാന്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് പ്രേം നസീറിന്റെ മകൻ നായകനായി എങ്ങനെ ഇരിക്കുന്ന ചിന്ത വന്നത്. അപ്പോൾ ആ ചിന്ത എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം നസീർ സാറിനെയാണ് ആദ്യം കണ്ടത്. അദ്ദേഹത്തെ കണ്ട് എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു. നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് ഷോക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ ഷാനവാസിനെയാണ് ഞാൻ ഹീറോ ആയിട്ട് മനസ്സിൽ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഷോക്കായിരുന്നു. അത് പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്താ ഇല്ല, എനിക്ക് തോന്നുന്നു കോളേജ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹി വിൽ ബി ഷൂട്ടിംഗ് ദ റോൾ. അപ്പോൾ പുള്ളി വിശ്വസിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പടത്തിൽ ഷാനവാസ് അഭിനയിച്ചത് തന്നെ അംബികയുടെ ഓപ്പോസിറ്റാണ്. അംബിക മോസ്റ്റ് ലീഡിങ് ഹീറോയിനാണ് പല ഭാഷകളിലും. എന്നിട്ടും പുതുമുഖമായ ഷാനവാസിന് ഓപ്പോസിറ്റ് അവർ അഭിനയിക്കാൻ തയ്യാറായത് തന്നെ ആ ക്യാരക്ടറിനോടും പൊതുവെ നസീർ സാറിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. ആ ചിത്രങ്ങളെല്ലാം കണ്ടു കാണും. നല്ല വിജയമായിരുന്നു. 50 ദിവസം അന്നത്തെ കാലത്ത് ഓടി പ്രേമഗീത. പിന്നെ രണ്ടാമത് ഒരു തവണ കൂടെ എൻ്റെ പടത്തിൽ വന്നു ഷാനവാസ്. അത് പ്രശ്നം ഗുരുതരമാണ്. പ്രശ്നം ഗുരുതരം ചിത്രത്തിൽ അത് പ്രേം നസീറാണ് ഹീറോ. അതിൽ പൂർണിമയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഷാനവാസ് അഭിനയിക്കുന്നുണ്ട്. അത് രണ്ടുമാണ് ഞാനുമായിട്ടുള്ള അനുഭവത്തിൽ ഷാനവാസ് അഭിനയിച്ച ചിത്രങ്ങൾ. പിന്നെ പെരുമാറ്റത്തിലൊക്കെ പ്രേം നസീറിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു അദ്ദേഹം. നസീർ സാർ എല്ലാവരോടും പെരുമാറുന്ന ഒരു മര്യാദ ഉണ്ടായിരുന്നു. അത് കണ്ടാണല്ലോ ഷാനവാസും പടന്നത്. അതുകൊണ്ട് സെറ്റിലൊക്കെ വളരെ സഹകരണവും ആരുമായിട്ടും അങ്ങനെ വിളിച്ചിട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും പെരുമാറത്തില്ല. ജെന്റിൽമാൻ, കുഴപ്പമൊന്നുമില്ല. ഞാനായിട്ട് നല്ല ബന്ധം ഏറ്റവും ഒടുവിൽ വരെ പുള്ളി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന സ്വഭാവം ഇല്ലെങ്കിലും പലപ്പോഴും ട്രിവാൻഡ്രത്ത് വെച്ചും ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുടുംബകാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സുഖമില്ലായിരിക്കുകയാണെന്ന് അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണാനായിട്ട് ഒരു മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് കണ്ടീഷൻ അല്പം മോശമായി എന്ന് എന്നെ അറിയിച്ചു. പിന്നെ അറിയുന്നത് പെട്ടെന്ന് മരണ വാർത്തയാണ്. അദ്ദേഹത്തിന് വളരെ ദുഃഖകരമാണ് കേൾക്കാൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി തരാനല്ലേ നമുക്ക് പറ്റുള്ളൂ. നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.